ഇന്നത് എന്നുള്ളതില്ല. നമ്മൾ അത് ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർ വലിയ കുറ്റങ്ങളൊന്നും പറയരുത് എന്ന് പറയുന്ന ഒരു സ്പേസ് ചെയ്യാറുണ്ട്. ഞാൻ അങ്ങനെ ഒന്നും വിചാരിക്കാതെ ചെയ്തിട്ടുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് ലോക്ക്ഡൗൺ സമയത്ത് ബ്രോഡാഡിയിലാണ് ചെയ്തത്. ബ്രോഡാഡി ലോക്ക്ഡൗണിന്റെ സമയമാണല്ലോ. സിനിമയിൽ അഭിനയിക്കാൻ ഇങ്ങനെ ഒന്നും ചെയ്യുന്നില്ല, പ്രൊഡക്ഷൻ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ ആ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ചെയ്ത സിനിമയായിരുന്നു. അപ്പം അതിൽ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ കുറേ കഷ്ടങ്ങളുണ്ടായിരുന്നു. അപ്പം എല്ലാവരും മറ്റേ കളിയാക്കുമ്പോൾ ഞാൻ മറ്റൊരു സൈഡിൽ രക്ഷപ്പെട്ട് എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ശരിക്കും അല്ലേ? അപ്പോൾ പിന്നെ പൃഥ്വിരാജ് എന്ന് പറഞ്ഞൊരു ഡയറക്ടറിനോട് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്കില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനിൽ അദ്ദേഹം ആക്ഷനും കട്ടും പറയുന്ന സ്പേസിൽ വർക്ക് ചെയ്തു എന്ന് പറയുന്നത് ഒരു സന്തോഷം. അപ്പോൾ ശരിക്കും ഒരു ഇതുവരെയുള്ള ഒരു സിനിമ ജീവിതം നോക്കുകയാണെങ്കിൽ മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം, അല്ലെങ്കിൽ പൃഥ്വിരാജ്, ദിലീപ്, അങ്ങനെ ഒരു ഓൾമോസ്റ്റ് എല്ലാ നായകന്മാരുടെയും സിനിമയിൽ ഭാഗമാവാൻ നിഖിലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം നമുക്കൊരു സിനിമയിൽ കിട്ടണമെന്നില്ല എന്ന് കുറച്ച് മുമ്പ് പറഞ്ഞു. എങ്ങനെയുള്ളൊരു സിനിമയാണ് ശരിക്കും നിഖിലയുടെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിട്ടുള്ളത്? സിനിമ ചെയ്യുക എന്ന് പറയുന്നതാണ് എൻ്റെ ഡ്രീം എന്ന് പറയുന്നത്. നമുക്ക് പറ്റുന്നിടത്തോളം സിനിമകൾ ചെയ്യുക, നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്നതാണ് എൻ്റെ ഡ്രീം. അങ്ങനെ ഇന്നതരം സിനിമകൾ ചെയ്യണം അല്ലേ അങ്ങനെ പറയാൻ നമ്മൾ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടാവണം.